ഓ ശരി. ശ്രീ മുകേഷ് ഇപ്പം പറഞ്ഞു തുടങ്ങിയാണ് അതിന്റെ കറക്റ്റ്. ഈ പരാതിയിലും തട്ടിപ്പ് കാണിച്ചാൽ എന്ത് ചെയ്യും? ഈ വ്യാജ പരാതി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഞാനിപ്പോൾ തിരുവനന്തപുരം സൈബർ സ്റ്റേഷനിൽ ചെന്ന് ബഹുമാനപ്പെട്ട SHOയോടും പോലീസുകാരോടും സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇതുവരെ തങ്ങൾക്ക് അങ്ങനെ ആ പരാതിക്കാരി ഒരു പരാതി നൽകിയിട്ടില്ല എന്നാണ്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. സബ്ജക്ട് ടു കറക്ഷൻ, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇന്നലെ എല്ലാ മാധ്യമങ്ങളും, നമ്മുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് രാഹുൽ ഈശ്വറിനെതിരെ ആ പരാതിക്കാരി ഒരു പരാതിയുമായി വരുന്നിട്ടുണ്ട്, തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അത് പൂങ്കുഴലി മാഡത്തിന് കൊടുത്തു. പൂങ്കുഴലി മാഡം അത് സൈബർ പോലീസിന് കൈമാറി എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് വിശ്വസിച്ച് ഞാൻ രാവിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് എൻ്റെ മുൻകൂർ ജാമ്യം മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് എൻ്റെ ഇവിടുത്തെ അഡ്വക്കേറ്റിനോട് ഇനി അവർ ജാമ്യം ക്യാൻസൽ ചെയ്യാനാണ് സമീപിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ എനിക്ക് പറയാൻ പറ്റൂ, ഈ 11:15 ഞാൻ SHOയെ കണ്ടത്. അപ്പോൾ SHO പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ്. ഇതിൽ ആരാണ് സത്യം പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സത്യം പറയുന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സത്യം നിങ്ങളോട് പറയുന്നത്. ഞാൻ IPC 211 BNS 248 ഈ നമ്പറുകൾ നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തു വെക്കണം. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ആവശ്യം വരുന്ന, പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ ഏറ്റവും ആവശ്യം വരുന്ന 2 നമ്പറുകളാണ്. ആ നമ്പർ BNS 248, IPC 211. ഞാൻ ഈ പത്രസമ്മേളനം വിളിക്കുന്നത് ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി ഈ പത്രസമ്മേളനത്തിന്റെ മീഡിയ കമ്മ്യൂണിക്കേഷന്റെ കോപ്പി അവരിൽ എത്തിച്ചിട്ടുണ്ട്, കംപ്ലൈന്റ് എത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അഡ്വക്കേറ്റിന്റെ, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിന്റെ, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിന്റെ വെരിഫിക്കേഷനും വാലിഡേഷനും കഴിഞ്ഞ് ലീഗൽ ഒപ്പീനിയൻ എടുത്ത് 3 കോടതികളിലെ അഡ്വക്കേറ്റ്സിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് പറയുന്ന ഓരോ വാക്കും ഓരോ വരിയും കൃത്യമാകണം എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം പറയാനുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, എനിക്കറിയില്ല ആ കുട്ടി പരാതി കൊടുത്തു എന്ന അസംഷനിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു, രാഹുൽ ഈശ്വർ എന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ആ പരാതിക്കാരി പരാതി കൊടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ മറ്റും വാർത്ത നൽകിയിട്ടുള്ളത്. അത് പൂർണ്ണമായും തെറ്റാണ്. എനിക്ക് വീഡിയോ ചെയ്യുന്നതിന് കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല. ഇത് മനഃപൂർവ്വം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ്. 2, ഏറ്റവും പ്രധാനം, 16 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. ഓർക്കണം, 16 ദിവസം. ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല. ഞാൻ ശ്രീ ദിലീപിനെയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും വേടനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. വേടനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ട്, അതായത് റേപ്പ് അടക്കമുള്ള മൾട്ടിപ്പിൾ ആരോപണങ്ങളും ഡ്രഗ്സിന്റെ പൊസഷൻ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം പോലും വേടൻ ജയിലിൽ കിടന്നില്ല. ഞാൻ 16 ദിവസമാണ് ജയിലിൽ കിടന്നത്. അതിന്റെ കാരണം, യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിയുടെ ടാർഗറ്റ് അവർക്കെതിരെ അഭിപ്രായം ഉന്നയിക്കുന്നവരെ നിശബ്ദമാക്കലാണ്. ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ശ്രീ ദിലീപിനെതിരെയോ ശ്രീ വേടനെതിരെയുള്ള കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അവരെ പിന്തുണയ്ക്കുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കും അറിയാം. പകരം അവർ ഉദ്ദേശിക്കുന്നത് മാധ്യമ ചർച്ചകൾ ഉണ്ടാക്കാനാണ്. നിങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് മറുഭാഗത്തെ ആൾക്കാരെ കരിവാരി തേക്കാനാണ്. അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യമെന്ന് പറഞ്ഞാൽ, അവർ ഈ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നു എന്നല്ല, ഞാൻ പൊളിച്ചു കളയുന്നതുകൊണ്ടാണ്. നീ കുത്തിപ്പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും അർത്ഥം വ്യാഖ്യാനി. അവർ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവുകൾ, അവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഡ്രാമ, അത് എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നെ പോലുള്ളവരോട് ദേഷ്യം. അത് പല രീതിയിലുണ്ട്. അതിന്റെ ഒരു വിക്ടിമാണ് മുകേഷിന്റെ ഒരു ശത്രു പോക്സോയിൽ പെടുത്താൻ മുകേഷിനെ കൊടുത്തു. ആത്യന്തികമായി കേസ് നിൽക്കില്ലെന്നറിയാം. പക്ഷെ മീഡിയയിലൊക്കെ ഒന്ന് വാർത്ത വരണം, ഇയാൾ അത്യാവശ്യം ഒന്ന് നാറണം, ഇയാൾ അത്യാവശ്യം ഒന്ന് മോശക്കാരനാകണം. ഇത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം. അപ്പോൾ ആ മീഡിയ നറേറ്റീവുകളെ എതിർക്കുന്നതായതുകൊണ്ടാണ്. 2, ഇതിൽ ഏറ്റവും സീരിയസ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ പരാതിക്കാരിയുടെ ഹസ്ബൻഡ്, നിങ്ങൾ മീഡിയക്കാരെ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടിരുന്നു, അയാൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് കാണിക്കാത്തത് എനിക്ക് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പറഞ്ഞു, ആ വീഡിയോ നിങ്ങൾ കാണിക്കണ്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് വീണ്ടും പറയും. അതുകൊണ്ട് മാത്രമാണ് ആ പ്രത്യേക നല്ല ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ഇട്ടു. എന്നിട്ട് അതിൽ പരാതിക്കാരിയുടെ ഹസ്ബൻഡ് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുകയാണ്, ഞാൻ വായിക്കാം കൃത്യമാണ്, രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിനോട് ഈ പരാതി വന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അതായത് അയാൾ തെറ്റ് ചെയ്തു എന്നല്ല, പക്ഷെ ഇത്തരം പരാതി വരുന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയെ കുറിച്ച് രൂക്ഷമായി 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കഴിയുന്നത്ര പരാമർശം പറയരുത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിന്റെ എക്സ്റ്റെന്റ്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് വന്ന് പ്രസ് മീറ്റുകൾ പത്രക്കാരെ കണ്ടു, DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു, അയാൾ വീഡിയോ ചെയ്തു. അതിനെ അടിസ്ഥാനപ്പെടുത്തി അയാളെ സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ അയാളാണ് അതിജീവിതൻ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെയാണ്. കാരണം അവന്റെ ജീവിതം തകർന്നു, അവന്റെ സമ്പത്ത് തകർന്നു, കല്യാണം കഴിച്ചിട്ട് അവന്റെ കുടുംബം തകർന്നു. അതുകൊണ്ട് അവനെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞിട്ട വീഡിയോ ഈ പെൺകുട്ടിക്ക് പ്രകോപിതമായി. കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ കല്യാണം കഴിച്ചതാണെന്നുള്ള വസ്തുത എല്ലാവരോടും ഒരു മറച്ചു വെച്ചു. രണ്ട്, നിങ്ങളിൽ ചിലരെങ്കിലും ഓർമ്മ കാണും, ആ പെൺകുട്ടി പറഞ്ഞത് 4 ദിവസമേ കല്യാണമുള്ളായിരുന്നു, 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞുവെന്ന്. അത് രണ്ടും പച്ചക്കള്ളങ്ങളാണെന്ന് തെളിഞ്ഞില്ലേ? കല്യാണം ഒഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയേ ഇല്ല. കല്യാണം ഒഴിഞ്ഞെങ്കിൽ എങ്ങനെയാ ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ഒരു ഭർത്താവ് ഉണ്ടാകുക? ആ ഭർത്താവ് വന്ന് ആ പെൺകുട്ടിക്കെതിരെ പത്രസമ്മേളനം വിളിക്കുകയും വസ്തുതകൾ തുറന്നു പറയുകയും ചെയ്തതിന് ആ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. പകരം എനിക്കെതിരെ ദേഷ്യം തീർക്കുകയാണ്. ഇത് ഒരു പാറ്റേൺ ആണ്. അതായത് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന്റെ കേസിൽ നമ്മുടെ ആ അഭിനേത്രി, എനിക്കിഷ്ടമുള്ള ഒരു അഭിനേത്രി, പേര് പറയാൻ പ്രശ്നമൊന്നുമില്ല, ഹണി റോസ് അടക്കമുള്ളവർ എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. റിനി വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. ഈ പരാതിക്കാരി വന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എതിർക്കുന്നവരെ നിശബ്ദമാക്കാൻ. സാമൂഹിക മാധ്യമങ്ങളിലടക്കം അവർക്ക് സൈബർ വിമർശനങ്ങളെ നേരിടാൻ പേടിയുള്ളത് കൊണ്ട് അത് നിശബ്ദമാക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇതൊരു പാറ്റേൺ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബോബി ചെമ്മണ്ണൂറിന്റെ കേസിൽ എനിക്കെതിരെയാണ് പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആദ്യ പരാതിയിൽ എനിക്കെതിരെയാണ് പരാതി, ഇപ്പൊ ഈ ഭർത്താവിനെതിരെ കൊടുക്കുന്നതിന് വരെ എനിക്കെതിരെയാണ് പരാതി. അത് ചെയ്യുന്നത് ഇത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതിൽ എൻ്റെ ഫുൾ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ്, ഓരോ വരി കുത്ത് കോമ പറയുന്ന ട്രാൻസ്ക്രിപ്റ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ കൊടുത്തതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണ പോലീസും പ്രോസിക്യൂഷനും കോടതിയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു. കാരണം ഞാൻ സത്യം പറയുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇയാൾ കള്ളം പറയുകയാണ്, പ്രോസിക്യൂഷൻ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പ്രോസിക്യൂട്ടർ അങ്ങനെ പുള്ളി പ്രതീക്ഷിച്ചില്ല, പുള്ളി ഒന്ന് പരിങ്ങിയിട്ട്, അല്ല അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു. അതായത് കോടതി പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ പറയണം, അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു. അതുകൊണ്ട് വള്ളി പുള്ളി വിടാതെ ആ ട്രാൻസ്ക്രിപ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളോട് ആത്മാർത്ഥമായി ഞാനൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുകയാണ്. ഈ അധിക്ഷേപം എന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്ത് അധിക്ഷേപിച്ചെന്ന് ഏതെങ്കിലും ഒരു വാക്കെങ്കിലും നിങ്ങൾ കേട്ടോ? ഇവരുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തു, ഇവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു. ആദ്യം ആ 2 വകുപ്പുകളാണ് പോലീസുകാരിട്ടത്. ഇത് രണ്ടും നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ വളരെ വേഗമായിട്ടൊരു വകുപ്പ്, സെക്ഷലി കളേർഡ് റിമാർക്സ് കാരണം അധിക്ഷേപിച്ചു. ഏത് സെക്ഷലി കളേർഡ് റിമാർക്ക്? പോലീസ് കോടതിയിൽ അത് പറയുന്നില്ല, പകരം അധിക്ഷേപിച്ചത് വളരെ ഗൗരവകരമായ കുറ്റമാണ്, ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന, പ്രത്യേകിച്ച് നാളെ നിങ്ങൾ മീഡിയക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ അധിക്ഷേപ വീഡിയോ ചെയ്തു, നാളെ നിങ്ങൾക്കെതിരെ വരില്ലേ ഒരു അധിക്ഷേപ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ? അതിന് 16 ദിവസം, അത് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് കൂടി ആയിരിക്കാം, 16 ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇതിന്റെ പ്രശ്നം സ്ത്രീ സുരക്ഷ എന്ന ആശയത്തെ ഇവർ ദുരുപയോഗം ചെയ്യുകയാണ്. ഇനി 2, ആ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താ അറിയാം? അതിജീവിത എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അതിജീവിത എന്ന വാക്കിന് അതിൻ്റെതായ ഒരു മൂല്യവും വിലയുമുണ്ട്. ആ വാക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ പരാതിക്കാരി. അതുകൊണ്ടാണ് അവരെ വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നത്. ഇനി 2, നിങ്ങൾ തന്ന ആ പേജിലെ കോടതി ഉത്തരവ് ദയവായി ഒന്ന് നോക്കാം. രാഹുൽ ഈശ്വറിന്റെ അല്ല, ഇത് ബഹുമാനപ്പെട്ട കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ച ഉത്തരവാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്ത ഉത്തരവല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ച ഉത്തരവാണ്. അതിൽ പേജ് നമ്പർ 14 ബഹുമാനപ്പെട്ട കോടതി പറയുന്നു, ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന്. ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന്. പിന്നെ അവരെങ്ങനെ അതിജീവിതയാകുന്നു? അതിജീവിത എന്ന വാക്കിനൊക്കെ ഒരു വിലയില്ലേ? ചുമ്മാ അടുത്തങ്ങ് പ്രയോഗിക്കുകയാണ്. ഏതെങ്കിലും പരാതി ആരെങ്കിലും ആർക്കെതിരെ കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി അതിജീവിതയാവൂ? ഈ അതിജീവിത എന്ന വാക്ക് നമ്മുടെ നിയമ സംവിധാനം നമ്മുടെ സമൂഹത്തിന് തരുന്നത് ഒരു പെണ്ണിന്റെ മാനവും പ്രൈവസിയും സ്വകാര്യതയും സംരക്ഷിക്കാനും അവൾ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമാണ്. അതുകൊണ്ടാണ് ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ, പൾസർ സുനി ശിക്ഷിക്കപ്പെട്ട കേസിൽ നമ്മുടെ നടി ഒരു അതിജീവിതയാണ്. നമുക്ക് എല്ലാം പ്രിയപ്പെട്ട ആ നടി ഒരു ദുരനുഭവം നേരിട്ടു, അതിന് തെളിവുകളുണ്ട്, കോടതി അവരെ ശിക്ഷിച്ചു, അവരൊരു അതിജീവിതയാണ്. ഈ സ്ത്രീ എങ്ങനെയാണ് അതിജീവിതയാകുന്നത്? ഈ സ്ത്രീ അതിജീവിത അല്ല എന്നും അതിജീവിത
എന്ന പീഡന ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട വ്യക്തി അല്ലാന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരികയാണ്. എന്നിട്ട് പോലും നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെ അവരെ അതിജീവിതയാക്കുന്നത്? പരാതിക്കാരി എന്ന് വിളിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് പരാതിക്കാരിയാണോ എന്നും അറിയില്ല. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾ മീഡിയ പറ്റിച്ചതാണോ എന്നും എനിക്കറിയില്ല. അതായത് നിങ്ങൾ മീഡിയക്കാരെ വിളിച്ച് സമ്മർദ്ദതന്ത്രമായി പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയക്കാരെ നാച്ചുറൽ റിപ്പോർട്ട് ചെയ്യും. എനിക്കറിയില്ല, മീഡിയക്കാരെ തന്നെ ചോദിച്ചാൽ മതി. ഞാനപ്പോ രാവിലെ തന്നെ പോയി പരാതി കൊടുക്കുകയും, ഞാൻ ദൈവത്തെ ഓർത്ത് ഇത് പറയുന്നതിന്റെ റീസൺ എന്താ അറിയാമോ? എനിക്ക് ജയിലിൽ കിടക്കുന്ന പുത്തരിയല്ല. ഞാൻ ശബരിമല കേസിന് കിടന്നിട്ടുള്ളതാണ്. 2-3 തവണ ശബരിമല കേസിൽ ഇട്ടു. അന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തി. ഇത് ചെയ്യുന്നതൊന്നും എന്റെ വീട്ടിൽ അരി മേടിക്കാനല്ലല്ലോ. ഇത് ചെയ്യുന്നത് എന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായ ഗുണമുണ്ടാവാനല്ലല്ലോ. ഏതെങ്കിലും ഒരു കോസിന് വേണ്ടിയല്ലേ. കഴിഞ്ഞ തവണ ശബരിമല കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടപ്പോ നിങ്ങൾ ആരെങ്കിലും കരുതിയോ 4-1 എന്ന 5 അംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിന്യായം മാറും? ഇന്ത്യയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ശബരിമലക്കെതിരെ ഒരു വിധിന്യായം തന്നത് മാറുമെന്ന് ഈ നാട്ടിലെ ആരെങ്കിലും കരുതിയോ? ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ആദ്യഘട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു? എല്ലാവരും, രാഷ്ട്രീയ പാർട്ടികളല്ല, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളടക്കം സൈഡിൽ നിന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നോടൊന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിന്നെ ട്രോൾ ചെയ്യാൻ നല്ലൊരു അവസരമാണ്. ഞാൻ എന്നെ നെഞ്ചിൽ ചവിട്ടിയെ കയറൂ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ കൂടെ വന്നിരുന്ന് പറയണേ എന്ന് പറഞ്ഞ മീഡിയക്കാരുണ്ട്. ഞാൻ ചോദിച്ചു, അത് എന്തിനാണ്? നാളെ അവിടെ സ്ത്രീകൾ കയറുമ്പോൾ സൈഡ് ബൈ സൈഡ് ഈ ഫുട്ടേജ് വെച്ച് നിന്നെ ട്രോൾ ചെയ്യാനാണെന്ന്. നമ്മുടെ സുഹൃത്തുക്കളാണ് പറയുന്നത് കേട്ടോ, അങ്ങനെ മോശമായിട്ടൊന്നുമല്ല. അന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധിന്യായം മാറുമെന്ന്? അത് മാറിയതിന്റെ കാരണം നമ്മൾ പറയുന്ന സത്യമാണ്. ആ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ കഴിയുന്ന, തൊട്ടു നോക്കാൻ കഴിയുന്ന സത്യമാണ്. ഇത് തന്നെ ആലോചിച്ച് നോക്കുക. എന്നെ 16 ദിവസം ജയിലിലിട്ടതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? ഒരു ന്യായവും ഇല്ല. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തു. പോലീസുകാരെ, പക്ഷെ ഇത്രയും അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാനും മുകേഷും ഒക്കെ. പക്ഷെ പോലീസ് ചോദിച്ച ഒരു ചോദ്യത്തിന് മുമ്പിൽ കഴിഞ്ഞ തവണ ഞാൻ അടിപതറിപ്പോയി. അത് സത്യമാണ്. പോലീസുകാരൻ എന്നോട് ചോദിച്ചു, ഞാനൊരു AI ഫോട്ടോ ഇട്ടിരുന്നു. ആ പോലീസുകാരൻ എന്നോട് ചോദിക്കുകയാണ്, ഇത് തന്റെ ഫോട്ടോ ആണെന്ന് പരാതിക്കാരിക്ക് തോന്നിയാൽ അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയൂ? ഞാൻ പറഞ്ഞു, സാറേ അതെന്താ അങ്ങനെ ഉദ്ദേശിച്ചത്? അല്ല, ഇത് എന്റെ ഫോട്ടോ ആണെന്ന് ആ പരാതിക്കാരിക്ക് തോന്നുകയാണ്. അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും? അതുകൊണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും വേണം. അത് FSLന്റെ റിപ്പോർട്ട് വരണം. എൻ്റെ ഓഫീസ് ലാപ്ടോപ്പാണ് കൊണ്ടുപോയത്, എൻ്റെ മൊബൈൽ ഫോണാണ് കൊണ്ടുപോയത്. ഞാൻ വീണ്ടും 1.5 ലക്ഷം രൂപ മുടക്കി വേറെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മേടിച്ചു. ഇനി അത് ഒരു 3, 4, 5, 6 മാസം കഴിഞ്ഞ് കിട്ടുകയായിരിക്കും. അപ്പോൾ പ്രൊസീജിയർ വഴി മെനക്കെടുത്തുക. ഇതാവരുത് നമ്മുടെ നിയമം. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ചട്ടങ്ങളും നടപടികളും വഴി പ്രൊസീജിയർ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യുക, മെനക്കെടുത്തുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകരുത് എന്നുള്ളതാണ്. പെട്ടെന്ന് ഞാൻ ഇതിൽ 2-3 പോയിന്റുകൾ വായിച്ച് നിങ്ങളുടെ ഇതിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലെ പരാതിക്കാരി, ദൈവത്തെ ഓർത്ത് പരാതിക്കാരി, ഇരയല്ല, അതിജീവിതയല്ല, പരാതിക്കാരി മാത്രമാണ്. രാഹുൽ ഈശ്വർ പറയുന്നതല്ല, കോടതിയുടെ വിധിയാണ്. അവരൊരു പരാതിക്കാരിയാണ്. ആ പരാതിക്കാരിയെ നിങ്ങൾ അതിജീവിത എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ അതിജീവിതകളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണ്. കാര്യം യഥാർത്ഥത്തിൽ വേദനയും വിഷമവും അനുഭവിച്ച, യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ച സ്ത്രീകളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലെ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചത് സംബന്ധിച്ച് ഞാൻ പോലീസിൽ പരാതി നൽകി. ഈ 2 സെക്ഷൻസ് ദൈവത്തെ ഓർത്ത് എല്ലാ ആണുങ്ങളും, പ്രത്യേകിച്ച് കുടുംബവും അല്ലെങ്കിൽ കുട്ടികളും സഹോദരങ്ങളും മക്കളും എന്താ പറയണേ ഭർത്താവും ബോയ്ഫ്രണ്ടും അല്ലെങ്കിൽ അച്ഛനും ഒക്കെ ഉള്ള സ്ത്രീകളും ഓർത്തിരിക്കണം. IPC 211, BNS 248. കള്ള പരാതി കൊടുത്ത് ഒരാളെ ഇൻജുറി ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഒരാളെ കള്ള പരാതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ വകുപ്പുകളാണ്. എനിക്കെതിരെയുള്ള സെക്ഷന് 1 വർഷമേ തടവുള്ളൂ. ഈ സെക്ഷന് 3 വർഷം മുതൽ 5 വർഷം വരെ തടവുള്ള സെക്ഷനാണ്. ഇവരത് സ്വീകരിച്ച് പരാതി എടുക്കുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷെ അത് കൊടുത്തിടണം. ഇത് പോലീസുകാര് ഇതിനെതിരെ നടപടി എടുക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും അല്ല. അത് പോലീസുകാരുടെ കുറ്റമല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ആ 211 BNS 248 പ്രകാരം ഞാൻ പരാതി കൊടുത്തു. പരാതിക്കാരിയുടെ, ഇതാണല്ലേ പോയിന്റ്, പരാതിക്കാരിയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിൽ പ്രകോപിതയായിട്ടാണ് എനിക്കെതിരെ പരാതി നൽകിയത്. രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഭർത്താവിന്റെ വീഡിയോ വന്നിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടും. ഡിസംബർ 4, 2025 രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിച്ച വിധി പ്രകാരം പരാതിക്കാരി അതിജീവിതയല്ല. ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് 14-ാം പേജിൽ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിർബന്ധിത ഗർഭചിത്രം മാത്രമേ നിലനിൽക്കൂ. അതിന് ഈ അതിജീവിത എന്ന് പറയുന്ന ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന വകുപ്പിന്റെ പ്രൊട്ടക്ഷനും ഇല്ല. അതായത് ആരുടെ പേരാണ് നമ്മൾക്ക് പറഞ്ഞുകൂടാത്തത്, ആരെയാണ് അതിജീവിത എന്നോ വിക്ടിം എന്നോ ഇരയെന്നോ വിളിക്കുന്നത്. സെക്ഷുവലി റിലേറ്റഡ് ഒഫൻസസിന് പാത്രീഭവിച്ച അല്ലെങ്കിൽ സെക്ഷുവലി റിലേറ്റഡ് ഒഫൻസ് ഏത് പെൺകുട്ടിക്കെതിരെ നൽകിയോ അവളെയാണ് നമ്മൾ സർവൈവർ എന്നോ അല്ലെങ്കിൽ
നമ്മൾ ഇരാന്നും ഒക്കെ വിളിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആ സെക്ഷനിൽ വരുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ 14-ാം പേജിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനം, ദൈവത്തെ ഓർത്ത് മാധ്യമങ്ങൾ അവളോടൊപ്പം അല്ല നിൽക്കേണ്ടത്, അവനോടൊപ്പവും അല്ല നിൽക്കേണ്ടത്. മാധ്യമങ്ങൾ നിൽക്കേണ്ടത് സത്യത്തോടൊപ്പമാണ്. ഈ അവളോടൊപ്പമൊന്നും അവനോടൊപ്പമൊന്നും പറയാതെ സത്യം എന്താണോ, നാളെ ജെനുവിൻ പീഡന പരാതികൾ വരാം, അവരോടൊപ്പം നമ്മൾ നിൽക്കണം. നാളെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്ന ദേശീയ തലത്തിൽ ഉണ്ണാവോ റേപ്പ് കേസിലെ വ്യക്തി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ആ പെൺകുട്ടിയുടെ അച്ഛനെ കൊന്നു, ആ പെൺകുട്ടിയുടെ 2 റിലേറ്റീവ്സിനെ കൊന്നു. അയാളാണ് ഇപ്പോഴും ഒരു MLA ആണ്, അയാളാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. ഒരു ആലോചിച്ച് നോക്കുക, അതിന്റെ തീവ്രത ആലോചിച്ച് നോക്കുക. ഒരു പെൺകുട്ടിയെ ജോലിക്ക് വന്നു എന്ന് പറഞ്ഞ് ആ സമയത്ത് റേപ്പ് ചെയ്തു, ഈ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ആദ്യം അച്ഛനെ കൊടുക്കാൻ നോക്കി, എന്നിട്ട് അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ കൊന്നു, പിന്നീട് ഇവളുടെ 2 ബന്ധുക്കള് ആക്സിഡന്റ് ഉണ്ടാക്കി അവരെ കൊന്നു. അങ്ങനെ ഒരു MLA നമ്മുടെ സുപ്രീം കോടതിയുടെ വിമർശനമേറ്റ് അത് കിടക്കുന്നുണ്ട്. അതാണ് ഈ അർണബ് ഗോസ്വാമിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹൈലൈറ്റ് ചെയ്ത്. ജെനുവിൻ കേസുകളുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. അപ്പോൾ അവളോടൊപ്പമോ അവനോടൊപ്പമോ അല്ല, സത്യത്തോടൊപ്പം നിൽക്കണം. അങ്ങനെ പലപ്പോഴും നിൽക്കാത്തത് കൊണ്ടാണ് ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ ആവശ്യം വേണ്ടി വരുന്നത്. ഒരു പരാതി വന്നാൽ കൂടെ നിൽക്കാൻ, സത്യം അറിഞ്ഞിട്ടും കൂടെ നിൽക്കാൻ ആരുമില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഒറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മളെല്ലാം, ഞാനും മാധ്യമപ്രവർത്തകനാണ് 10-20 വർഷമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം മീഡിയയിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ആദർശവും സത്യവും ഒക്കെ വിശ്വസിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാമെന്ന് വിശ്വസിച്ചല്ലേ ഈ പ്രൊഫഷനിലേക്ക് വരുന്നത്. എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഈ ലോകത്തിനുണ്ടാക്കാം, എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സമൂഹത്തിന് പോസിറ്റീവായി ചെയ്യാം, എന്തെങ്കിലും സത്യത്തിലും ആദർശത്തിലും, ഇടതോ വലതോ മധ്യമോ ഏതെങ്കിലും ഒരു ആദർശത്തിൽ വിശ്വസിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ വരുന്നത്. ആ ആദർശത്തിന്റെ ഒരു കണിക സത്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ പെൺകുട്ടി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സത്യസന്ധമായി നിങ്ങൾ ചിന്തിക്കണം. ഈ പെൺകുട്ടി പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ വിമർശിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കുന്നതിന്റെ ഏറ്റവും നല്ല പതിപ്പല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ കേസിൽ ബഹുമാനപ്പെട്ട മീഡിയ, ബഹുമാനപ്പെട്ട കോടതി, ബഹുമാനപ്പെട്ട മീഡിയ, ബഹുമാനപ്പെട്ട പോലീസ് അടക്കമുള്ള ആൾക്കാർ ഈ വിഷയത്തിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യണം. ഇനിയും ജയിലിൽ പിടിച്ചിടാനുള്ള പരിപാടികളല്ല നോക്കേണ്ടത്. ഭരണഘടന എനിക്ക് ഉറപ്പു തരുന്ന മൗലിക അവകാശമായ ആവിഷ്കാര സ്വാതന്ത്ര്യം, വിമർശന സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 പരിധിയിൽ വരുന്നതിന് ഉള്ളിൽ നിന്നുകൊണ്ടും റീസണബിൾ റെസ്ട്രിക്ഷൻസ് അഥവാ യുക്തിസഹമായ കാര്യകാരണ അടിസ്ഥിതമായ റെസ്ട്രിക്ഷൻസിനുള്ളിൽ നിന്നുകൊണ്ടുമാണ് ഞാൻ പറഞ്ഞത് എന്ന് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഒരു അധിക്ഷേപവുമില്ല, ഒരു സെക്ഷലി കളർഡ് റിമാർക്കുമില്ല, ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടില്ല. ഒരു കാര്യം കൂടി ആലോചിക്കണം, ഇടുന്നതിൽ പോലും പ്രശ്നമില്ല, എന്നിട്ട് പോലും ഞാൻ ചെയ്യുന്നില്ല. കാര്യം ആ പെൺകുട്ടി അതിജീവിതയല്ല. എന്തിന്? ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഇട്ട വീഡിയോ ഞാൻ ലൈക്ക് ചെയ്തു പോലുമില്ല. എന്നെ സപ്പോർട്ട് ചെയ്തിട്ട വീഡിയോ ആണ്. ഇനി ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയും. നമ്മുടെ നാട്ടിൽ കള്ളക്കേസ് എടുത്ത് എതിർസ്വരങ്ങളെ ഇല്ലാതാക്കുന്ന ഈ പ്രവണത അവസാനിക്കണം. അതായത് പോലീസ് കേസുകളെ ഹരാസ്മെന്റിന്റെ ടൂളായിട്ട്, അതാണ് നമ്മൾ പോറ്റിയെ കയറ്റി എന്ന പാട്ടിൽ കണ്ടത്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളപ്പരാതി ഇടും. അത് ദൈവം സഹായിച്ച് മീഡിയയുടെ എല്ലാം സ്റ്റാൻഡ് കൊണ്ടുകൂടിയാണ്. അതുകൂടെയാണ് മീഡിയയോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മീഡിയക്കാരുടെ സ്റ്റാൻഡ് പോലീസുകാർ സ്ഥിരമിരുന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നതിനപ്പുറം നിങ്ങൾ ആരും, എനിക്കറിയില്ല ഇവിടെ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ടോ, പോലീസുകാരുടെ യാത്ര ആയിട്ടുണ്ടോ, ജയിലിൽ കിടന്ന ഒരാളെന്ന രീതിയിൽ പറയുക, സൈബർ സ്റ്റേഷനുള്ളിൽ കിടന്ന ആളെന്ന രീതിയിൽ പറയുക. ഇവർ നിങ്ങൾ ഒപ്പിയെടുക്കുന്ന അഭിപ്രായം പറയുന്ന മുഖ്യധാരാ ചാനലുകൾ 4-5 മാറി മാറി കാണുന്ന പോലീസുകാരെ ഞാൻ അവിടെ കണ്ടു. അത് നല്ലതാണ്, ഒരു പൊതുജനത്തിന്റെ പൾസ്. നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് കോടതിയെയും, കോടതി എന്ന് പറയുന്നില്ല, കോടതി ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് നിയമ സംവിധാനത്തെയും പോലീസിനെയും സ്വാധീനിക്കുന്നുണ്ട്. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ, എൻ്റെ വൈഫൊക്കെ ആ ചാനൽ ഇങ്ങനെ പറഞ്ഞു എന്ന് വരെ പറയുന്നുണ്ട്. മീഡിയയുടെ പവർ അതാണ്. പോലീസും പ്രോസിക്യൂഷനും കള്ളം പറയുകയാണെങ്കിൽ പ്രതിരോധമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് മീഡിയയും കോടതികളും. ആ പ്രതിരോധമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആരെയും കള്ളക്കേസിൽ കൊടുക്കാവുന്ന ദുരവസ്ഥയുണ്ടാകും. വെറുതെ പേരും ഊരും നാളുമില്ലാത്തൊരു പരാതി വെച്ച് ആരെയും കൊടുക്കാം. ഈ സ്പേസ് മിസ്യൂസ് ചെയ്യാൻ ദൈവത്തെ ഓർത്ത് സമ്മതിക്കണം. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ സ്ഥിരം പറയാറുണ്ട്, ഞാനിത് ചെയ്യുന്ന ഒരുപാട് പേര് എന്നോട് ജയിലിൽ പോയപ്പം എൻ്റെ കൂടെ നിന്ന് ചില പോലീസുകാർ സെൽഫി അടക്കം എടുത്തു. ഞാനിപ്പം അവരോട് പറഞ്ഞു, സാറേ ഈ കള്ളക്കേസുകൾ ഒരു ഇഷ്യൂ ആണ്. ഞാൻ ഈ പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. വീട്ടിൽ 2 ആൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട്. എനിക്ക് പേടിയുണ്ട്, നാളെ അവർക്കെതിരെ കള്ളക്കേസ് വരുമോ? ആരെങ്കിലും കൊടുത്താൽ പോരെ. അവർ നാളെ ഒരു അഫെയർ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും, അവരുടെ സ്കൂളിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും, കോളേജിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും. ഈ കള്ളക്കേസുകൾ അവസാനിപ്പിക്കണം. എന്തെങ്കിലും 2-3 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പരിധിക്കുള്ളിൽ നിന്ന് ഞാൻ മറുപടി പറയാം. നിങ്ങളില്ലെങ്കിൽ നിങ്ങളിത് കൊടുക്കണം. മാത്രമല്ല, ഞാൻ പറഞ്ഞു നിൽക്കുമ്പോഴേ
നിങ്ങളുടെ മനസാക്ഷിയോടാണ് ഞാൻ അപ്പീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസാക്ഷിയിൽ തൊട്ട്, ഹൃദയത്തിൽ തൊട്ട് ചോദിക്കുക, ഈ നാട്ടിൽ നീതിയും സത്യവും നടക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും റിസ്കിലല്ലേ, നമ്മൾ എല്ലാവരും അപകടത്തിലല്ലേ. ശ്രീ ദിലീപ് 85 ദിവസം ദിലീപിനെ പിടിച്ച് ജയിലിലിടാൻ പറ്റുമെങ്കിൽ, കള്ളക്കേസിൽ വേറൊരാളെ പിടിച്ച് ജയിലിലിടാൻ പറ്റുമെങ്കിൽ നമ്മൾ ആരാണ് പിന്നെ സേഫ്? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കും. നിങ്ങൾ തീർച്ചയായും ചോദിക്കണം. ഏതെങ്കിലും പറഞ്ഞതിന് എതിരെ അഭിപ്രായമുണ്ടോ അനുകൂല അഭിപ്രായം ഉണ്ടെങ്കിലും ചോദിക്കണം. പിന്നെ ദയവായി ഒന്ന് വിളിച്ച് അന്വേഷിക്കണം ആ പരാതി വന്നു. മീഡിയയിൽ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ ഓൾറെഡി മൂവ് ചെയ്തു. ഹൈക്കോടതിയിൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്തിട്ട് കാര്യം കഴിഞ്ഞ പ്രാവശ്യം നോട്ടീസ് തരാതെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് നോട്ടീസ് കൊടുത്തു എന്ന് കോടതി കള്ളം പറഞ്ഞു. നമ്മൾ കോടതികളിൽ കള്ളം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ എന്താ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കുക. കോടതികളിൽ കള്ളം പറഞ്ഞു തുടങ്ങിയ ഇനി എനിക്ക് അന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇന്ന് പറയാം. എനിക്ക് വീണ്ടും ജാമ്യം നിഷേധിക്കാനായി കോടതിയിൽ കയറിയെന്ന് പ്രോസിക്യൂട്ടർ പറയുകയാണ്, പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ല. എന്റെ ഫ്രണ്ടിൽ വെച്ചാണ് പോലീസുകാരപ്പോൾ അയാളെ വിളിച്ചത്. അതായത് എന്റെ ഫ്രണ്ടിൽ വെച്ച് പോലീസുകാർ വീണ്ടും ഇതറിഞ്ഞപ്പോൾ അയാളെ വിളിച്ചു. ഞങ്ങൾ രാവിലെ റിപ്പോർട്ട് കൊണ്ട് തന്നല്ലോ. അതായത് ബേസിക്കലി ഞാൻ 2-3 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ, ഇതാണ് ഉദ്ദേശം. അനീതിയല്ലേ? നമ്മുടെ ശത്രുക്കൾക്ക് നമ്മൾ അങ്ങനെ ചെയ്യാമോ? അവിടെയാണ് പറഞ്ഞ അവസാനിപ്പിക്കും. ഞാൻ ശബരിമല കൊള്ളയുടെ വിഷയം വരികയാണ്. ഞാൻ എല്ലാ TV ചാനലും ചർച്ച ചെയ്തിരിക്കുന്നതാണ്. ഞാൻ CPM അനുകൂലിക്കുന്ന വ്യക്തിയല്ല, CPM വിരുദ്ധനാണ്, ഇടത് വിരുദ്ധനായ ഒരു വലതുപക്ഷ ഹിന്ദു ആക്ടിവിസ്റ്റാണ് ഞാൻ. പക്ഷെ ഒരിക്കലും കടകംപള്ളി സാറിനെ കടന്നാക്രമിക്കില്ല. കാര്യം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് ശക്തമായ എതിർപ്പുള്ള വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ അവർക്ക്, നമ്മുടെ മുഖ്യമന്ത്രി. പുള്ളി കാരണം 3-4 പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ശബരിമല കേസ് അടക്കം. ഞാൻ ആഴ്ചകളോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഇല്ലാത്തൊരു കള്ളം ഞാൻ പറയില്ല കോടതി വിധി വരാതെ. എന്തുകൊണ്ടാണ്? ചില മാന്യതകൾ നമ്മൾ കീപ്പ് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? അതായത് ഇപ്പം സംഭവിക്കുന്നത് അറിയോ? കിട്ടിയ ഒരു വരി പരമാവധി വിപുലീകരിച്ച് മറുഭാഗത്തെ ആക്രമിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ കൊന്നു കളയുമെന്ന് വരെ പറഞ്ഞു. അങ്ങനെയല്ല പുള്ളി പറഞ്ഞത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇലക്ഷന്റെ ദിവസം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണാം, പക്ഷേ നമുക്കത് ഉണ്ടാവരുതല്ലോ. കാര്യം ഇത് ആർക്കെതിരെയും പ്രയോഗിച്ചുകൂടെ? ഇപ്പൊ ശ്രീ ദിലീപിന്റെ കേസ്, ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു. ഒരു വിഭാഗം മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിടാൻ തയ്യാറാണ്. എന്തെങ്കിലും തെളിവ് കയ്യിലുണ്ടായിട്ടാണ്? കാര്യം ഇതങ്ങ് വ്യാപകമായി പ്രചരിപ്പിക്കുക. ഇനി അതുകൂടെയാണ്, ഇതാണ് എന്നോട് ദേഷ്യം. കാര്യം ഞാൻ ഇവരുടെ മീഡിയ നറേറ്റീവുകൾ പൊളിക്കുന്നു. അത് ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ, ഇന്നലെ ആ ചെറുപ്പക്കാരുടെ കേസിൽ പരാതിക്കാർ പറയുന്ന മീഡിയ നറേറ്റീവുകൾ പൊളിക്കുന്നു. പരാതിക്കാരെ, ഈ പുരുഷന്മാരെ അധിക്ഷേപിക്കാനോ ടാർണിഷ് ചെയ്യാനോ അനുവദിക്കുന്നില്ല. ഞാൻ അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നു. ഇതാണ് ദേഷ്യം. ഇത് തന്നെയാണ് മുകേഷിന്റെ കേസിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് വേറൊരാളുടെ കേസിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും ചോദിക്കണം. ഞാൻ അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ എന്താ അറിയാമോ, ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. ഞാനിപ്പോൾ മുകേഷിനും ഞാനും മുകേഷും ഒക്കെ മിഷൻ മെൻസ് കമ്മീഷന് വേണ്ടി പോരാടുന്നവരാണ്. മുകേഷിന്റെ എതിരെ ഒരു വ്യാജ പരാതി വന്നപ്പം ഫ്രണ്ട് പേജിൽ വാർത്ത, പരാതി തെറ്റാണെന്ന് കോടതി പറഞ്ഞ് ആ സെക്ഷൻ എടുത്തു മാറ്റിയപ്പോൾ വാർത്തയില്ല. നാളെ മുകേഷൻ നായർന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഈ വ്യാജ പോക്സോ കേസല്ലേ വരുള്ളൂ. ഇയാളുടെ വീട്ടിലും അമ്മയില്ലേ? ഇയാളുടെ വീട്ടിലും മക്കളില്ലേ? അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു വ്യാജ പോക്സോ കേസിൽ പെട്ടുപോയിരിക്കട്ടെ, നിങ്ങൾക്കെതിരെ ഇതേ ഒരു വ്യാജ പരാതി വന്നു എന്നിരിക്കട്ടെ. നാളെ നമ്മൾ ഗൂഗിളിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ പോകുമ്പം മുകേഷൻ നായർ പോക്സോ പ്രതി, ഇങ്ങനെയാണ് ഫോട്ടോ, എനിക്കൊന്നും ഓർമ്മയുണ്ട്. മുകേഷ് മീശയൊക്കെ വരിച്ച്. ഇത് ജീവിതത്തിലെ അനുഭവിക്കുമ്പോഴേ അതിന്റെ വേദന മനസ്സിലാവും. നമ്മുടെ മകനോ നമുക്കോ നമ്മുടെ സഹോദരനോ അച്ഛനോ ഒക്കെ അങ്ങനെ കള്ള ആരോപണം വരുമ്പോഴേ നമുക്കതിന്റെ പൊള്ളൽ മനസ്സിലാവും. ഞാൻ കോടതിയിൽ ശബ്ദമുയർത്തി സംസാരിച്ചതിന് അവിടുത്തെ അഡ്വക്കേറ്റ്സ് ഒക്കെ എന്നെ വിമർശിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, നമുക്ക് നേരെ കള്ളാരോപണം വരുമ്പോഴേ നമുക്ക് എന്റെ പൊള്ളലറിയും. ഞാൻ പറയാത്ത കാര്യങ്ങൾ പ്രോസിക്യൂട്ടർ കോടതിയിലോ എന്ന് പറയുക. ഞാൻ ബഹളം വെച്ച് പറയണം, സാർ അങ്ങനെ ദാറ്റ്സ് റോങ്, ഹീസ് ലൈങ് എന്ന് പറഞ്ഞപ്പോൾ പ്രോസിക്യൂട്ടർ അപ്പം മാറ്റി. അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ പറയുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ പറയുന്നത് പോലെയാണ് കോടതി മുറികളിൽ പറയുന്നത്. എന്നിട്ട് ഭയങ്കര, എന്നിട്ട് അടുത്ത കള്ള, ഇയാളൊരു നിരന്തര കുറ്റവാളിയാണ്, അയാളൊരു ഭയങ്കര സീരിയസ്. അവൻ കോടതി ചോദിച്ചു എന്താ കേസെന്ന്. അത് വേറെ ചില കേസുണ്ട്, ശബരിമല കേസാണ് നിൽക്കുന്നത്. അപ്പോൾ കോടതി എന്നിട്ട് എന്റെ വിധിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിനോട് പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ബാംഗ്ലൂരിൽ നിന്ന് പുതിയൊരു വ്യാജ പരാതി കൊണ്ടുവന്നല്ലോ, ആ കാര്യത്തിലും ചെയ്ത്. എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു? ഇതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കോടതി എന്താ പറഞ്ഞത്? ഇതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ ട്രാപ്പ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണ്ടേ? ദയവായി ആലോചിക്കുക. ഏതെങ്കിലും ഒരു ചോദ്യം, ഒരു കാര്യം കൂടെ പറയണം. നമ്മള് ഇന്ന് രാവിലെ SHOക്ക് പരാതി കൊടുക്കാൻ പോയപ്പോഴാണ് അറിയുന്നത്
ഇത് ഇങ്ങനൊരു പരാതി SHOക്ക് കിട്ടിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് അപ്പം റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇല്ലാത്ത പരാതിയുടെ പേരിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത് ഒരു ആശയമായിട്ട് മുന്നോട്ട് വരാൻ തന്നെ കാരണം ഇതുപോലുള്ള വ്യാജ പരാതികളാണ്. ഞാൻ അതിൻ്റെ ഒരു വിക്ടിമും കൂടെ ആയതുകൊണ്ട്, വിക്ടിം രാഹുലിനൊക്കെ നേരിട്ട് അറിയാവുന്നതാണ്. ഒരു ആൾക്ക് എന്നോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ ഒരു വ്യാജ പരാതി കൊടുക്കുന്നു, അത് ഗംഭീരമായ വാർത്ത വരുന്നു. പക്ഷെ കോടതിയിൽ അത് തെളിയിക്കാൻ പറ്റുന്നില്ല. കോടതിയിൽ എനിക്ക് എടുത്തു കളയാണ്. അപ്പൊ അത്തരം ഒരു അനുകൂലമായ ഒരു വിധി എനിക്ക് എത്രയും പെട്ടെന്ന് കോടതിയിൽ കിട്ടുകയും ചെയ്തു. അപ്പൊ അതോടുകൂടി എനിക്ക് അത് ആദ്യമാണ് എനിക്ക് തോന്നുന്നു മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന്റെ ഭാഗത്ത് നിന്ന് അത്ര ശക്തമായ തെളിവുണ്ടായിരുന്നു. അതായത് മുകേഷിനോട് ആ പെൺകുട്ടി കാശ് ചോദിച്ചു. മുകേഷിന്റെ ഭാഗ്യത്തിന് ആ പെൺകുട്ടി ഒരു വോയിസ് നോട്ടായിട്ടാണ് കാശ് ചോദിച്ചത്. ഇല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്നും ഒരു പക്ഷേ വേണ്ട രീതിയിൽ റെക്കോർഡ് പോലും നമ്മൾ ചെയ്തെടുക്കാറില്ല. മുകേഷിന്റെ ഭാഗ്യത്തിന് ആ പെൺകുട്ടി വോയിസ് നോട്ട് ആയിട്ട് ചോദിച്ചു. ആ പെൺകുട്ടിയുടെ അച്ഛന് വയ്യ, അതിന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അച്ഛന് വയ്യ എന്ന് പറഞ്ഞ് വേറെ ആളുടെ കാശ് എടുക്കുകയാണോ വേണ്ടത്? ആ കാശ് കൊടുത്തില്ലെങ്കിൽ വ്യാജ പരാതി കൊടുക്കുകയാണ്. മുകേഷിന്റെ ഭാഗ്യത്തിന് വോയിസ് നോട്ട് ആയിട്ട് മുകേഷിന്റെ മൊബൈലിൽ കിടപ്പുണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിലും ഈ കേസ് അന്വേഷിച്ച സ്റ്റേഷനിൽ നിന്ന് കോടതിയിലോട്ട് റിപ്പോർട്ടും കൊടുത്തു. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്നും വ്യാജമായ പരാതിയാണെന്നും വകുപ്പുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ആ വാർത്ത കാര്യക്ഷമമായിട്ട് അത് അങ്ങനെയാണ് എപ്പോഴും. നമ്മളിപ്പം മറിച്ചാണ് വാർത്ത വന്നിരുന്നെങ്കിലോ, പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ എനിക്ക് പ്രതികൂലമായിട്ട് വാർത്ത വന്നിരുന്നെങ്കിൽ അത് ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. മുകേഷ് എം നായർ കുറ്റം ചെയ്തെന്ന് പോലീസ് കണ്ടെത്തി, മുകേഷ് എം നായർക്കെതിരെ പോലീസ് ശക്തമായ തെളിവുകൾ എന്ന് പറയും. മുകേഷ് എം നായർ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു വ്യാജ പരാതിയാണ്, ഇങ്ങനെ സെഷൻസ് എല്ലാം പോലീസ് അന്വേഷിച്ച് നീക്കം ചെയ്തത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ട് കൂടി നമുക്ക് റെപ്യൂട്ടേഷൻ അല്ലേ, സ്ത്രീകൾക്ക് മാത്രമാണോ? ഇനി അതിന്റെ സീരിയസ്നെസ് എന്താ? മുകേഷ് ഇവിടത്തെ ഒരു സ്കൂളിൽ പരിപാടിക്ക് വിളിച്ചതിന് ആ പ്രിൻസിപ്പാളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ എടുത്തു. ഇതേ പാർട്ടിക്കാർ എന്നെ ഇലക്ഷൻ ആയ സമയത്ത് ഒരു വീഡിയോ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് എന്റെ പുറകെ വന്നിട്ട് വീഡിയോ ചെയ്യാൻ നിർബന്ധിക്കുകയുണ്ടായി. എനിക്ക് ഇതാണ് മനസ്സിലാവാത്തത്. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ വിമർശിക്കുകയും അതേ പാർട്ടിയുടെ ആൾക്കാർ വിമർശിച്ച ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് വളരെ പുച്ഛമായിട്ടുള്ള തോന്നുന്നത്. കാരണം ഒരു സമയം വിമർശിക്കുകയും മറുസമയം ഇപ്പം പുള്ളിയുടെ മറ്റേ അതൊക്കെ എടുത്ത് ചാർജസ് ഒക്കെ എടുത്ത് മാറ്റിയല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ല, പുള്ളിയെ വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാം എന്നുള്ള സമീപനം നമ്മളടുത്ത് വന്നിരിക്കുകയാണ്. അല്ല, അതിൽ ഒരു കാര്യം കൂടെ, ഇതൊരു പാർട്ടിയുടെ മാത്രമല്ല. പാർട്ടികൾക്ക് തീർച്ചയായും CPM കുറെ കൂടി ലെഫ്റ്റ്, ലിബറൽ, പ്രോഗ്രസീവ്, ഫെമിനിസ്റ്റ് എന്ന നിലപാടെടുക്കാറുണ്ട്. പക്ഷെ പാർട്ടിയുടെ മാത്രമല്ല, അതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. കള്ളമാണെന്ന് അറിഞ്ഞിട്ടും, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ കുറിച്ച് യങ്ങാണ്, മുതിർന്നവർക്ക് ഓർമ്മ കാണും, കള്ളമാണെന്ന് നമുക്ക് എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയില്ല. എല്ലാവർക്കും കള്ളമാണെന്ന് അറിയായിരുന്നില്ലേ? എന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം വേട്ടയാടി? കോടതിയിൽ നിന്ന് അനുകൂല പരാമർശമാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഒരു പീഡകനാണ്. അല്ലെങ്കിൽ ശ്രീ ദിലീപിന്റെ കാര്യം, അല്ലെങ്കിൽ ശ്രീ നിവിൻ പോളിയുടെ കാര്യം, അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖിന്റെ കാര്യം, ഇവരെ പോലുള്ളവർക്ക് രക്ഷയില്ലെങ്കിൽ പാവപ്പെട്ട ആണുങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഏതെങ്കിലും ചോദ്യം ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും എന്നെ വിമർശിക്കാനെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം. പുള്ളി 50 ദിവസം കിടന്നുകൂടാൻ എൻ്റെ ഓർമ്മ. കേസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ പറയുന്നില്ല, പിന്നീട് ഒരു പ്രശ്നമാണ്ടാന്ന് ഉദ്ദേശം. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പോരാടുന്നത് എൻ്റെ വീട്ടിൽ അരി മേടിക്കാനല്ല. ആ പരാതിക്കാരിയെ അല്ലെങ്കിൽ ഏത് പരാതിക്കാരിയെയും സഭ്യമായ ഭാഷയിൽ നിയമത്തിനുള്ളിൽ വിമർശിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഈ പരാതിക്കാരും മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ അല്ല. ഇവരെല്ലാം സാധാരണ ആൾക്കാരാണ്. സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളെ പോലും ബഹുമാനത്തോടെ വിമർശിക്കാൻ റൈറ്റുള്ള ഈ നാട്ടിൽ പരാതിക്കാരികളെ ഏതെങ്കിലും അവരുടെ തെറ്റായ നിലപാടിന്റെ പേരിൽ വിമർശിച്ചു എന്ന് പറയുന്നതിൽ 16 ദിവസമൊക്കെ ജയിലിലിടുന്നത് കഷ്ടമാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ നമ്മുടെ SHO അടക്കം ഒന്ന് വിളിച്ചു ചോദിക്കണം. വേറൊന്നും കൊണ്ടല്ല, എന്റെ പരാതി ഇപ്പൊ അവർ അവിടെ വെച്ചിട്ടുണ്ട്. അവർ സ്വീകരിച്ചോ എന്ന് എനിക്കറിയില്ല. പരാതി വെച്ചിട്ടുണ്ട്. ഞാനതുകൊണ്ട് തുണ ആപ്പിൽ അടക്കം കൂടെ കയറി ഈ പരാതി ഇട്ട് ഒരു രജിസ്റ്റർ നമ്പർ മേടിക്കുന്നുണ്ട്. ഈ പരാതി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തു. ഇനിയും ഹൈക്കോടതി പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഈശ്വറിന് തിരിച്ചടി കുറിച്ച് കൊടുക്കരുത്. അതായത് രാഹുൽ ഈശ്വറിന് തിരിച്ചടി മുൻകൂർ ജാമ്യം കോടതി നൽകിയില്ല. അതായത് പരാതി ഉണ്ടോ ഇല്ലയോ എന്ന് ഈ നിമിഷവും വ്യക്തമല്ല. ദൈവത്തെ ഓർത്ത് ഞാനോ മുകേഷോ ആണുങ്ങളോ നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ഒരാളാണെന്ന് കൂടെ കൺസിഡർ ചെയ്യണം. ഒറ്റ കാര്യം കൂടെ, ഈ വ്യാജ പോക്സോ കേസ് കൊടുത്തവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല, കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെയാണ് ഇനി ഇത് ചെറിയ കറക്റ്റാണ്. വ്യാജ പോക്സോ എന്ന് കോടതി പറഞ്ഞ കേസിൽ
മുകേഷിന്റെ കേസിൽ വ്യാജ പരാതി എന്ന് കോടതി കണ്ടെത്തിയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കേസിൽ, ആ സ്ത്രീയുടെ പേര് ഞാൻ പറയാറുണ്ട് സാധാരണ, ഇപ്പൊ പറയുന്നില്ല, ഇനി എന്റെ പേര് അടുത്ത പ്രശ്നമാണ്.